എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെള്ള കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തി, അപ്പം, പുട്ട്, ഇടിയപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണിത്. നന്നായിട്ട് ആദ്യം ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ഇത് കുതിർത്ത് വയ്ക്കുന്നത്. അടുത്ത ദിവസമാണ് രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഓവർനൈറ്റ് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. കുതിർത്തി വെച്ചിരുന്ന വെള്ളം മാറ്റിയിട്ട് ഒരു തവണ കഴുകിയ ശേഷമാണ് ഞാനിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും 2.5 കപ്പ് വെള്ളവുമാണ് ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കടലയ്ക്കനുസരിച്ച് ഇത് പാകത്തിനൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. നല്ലതുപോലെ പ്രഷറൊക്കെ പോയ ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് കടല ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കടലയാണ് ആ വെള്ളത്തോടു കൂടി ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം മാത്രമേ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അവസാനം ചേർക്കാനുണ്ട് കറിയിലേക്ക്. അപ്പോൾ ഒരു കടായിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 2 സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന ശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം നല്ലതുപോലെ മാറിക്കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് പൊടിവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തത്. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന ശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചെറിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 2 തക്കാളിയെങ്കിലും ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാകും. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് തക്കാളിയുമായിട്ട് ചേർന്ന് ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഒഴിച്ചിരുന്ന ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ചേർക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടല നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അരച്ചെടുത്തതാണ്. അപ്പോൾ ചൂടാറി കഴിഞ്ഞ ശേഷം വേണം ഈ കടല അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് കടല വേവിച്ചെടുത്ത ശേഷം ഒന്ന് അരച്ച് കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കറി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ചാറ് ആവശ്യം ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ള കടലക്കറി ഇവിടെ റെഡിയാകും. ഇത് ചപ്പാത്തിക്കും അതുപോലെ അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്.
ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്